ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അത് ലിയോ എന്ന് പറയുന്ന വിജയ് ചിത്രമാണ്. 12 കോടി രൂപയാണ് ആ സിനിമയുടെ ബഡ്ജറ്റ്. 12 കോടി രൂപയാണ് ആ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ. അപ്പോൾ ആ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് പൊട്ടിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നും ഒരു അവതാരം പിറന്നു കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എമ്പുരാനാണ്. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് 12 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന മോഹൻലാൽ ഫാൻസും ഉണ്ട്. അങ്ങനെ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ അങ്ങനെ സാധിക്കാനുള്ള ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ അങ്ങനെ സാധിക്കുമോ? 12 കോടി രൂപ എന്ന് പറയുന്ന വിജയുടെ ലിയോ എന്ന് പറയുന്ന സിനിമയുടെ റെക്കോർഡ് മറികടക്കുവാൻ വേണ്ടി മോഹൻലാൽ എന്ന നടൻ്റെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കുമോ എന്ന് നമുക്ക് ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. ഒരിക്കലുമില്ല. 12 കോടി രൂപയുടെ 7 അയലത്ത് പോലും എത്തൂല. ഒരു 7-8 കോടി രൂപയ്ക്കകത്ത് മാക്സിമം എത്ര ഹൈപ്പുണ്ടെന്ന് പറഞ്ഞാൽ വലിയ പടമാണെന്ന് പറഞ്ഞാൽ പോലും ഒരു 8 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടൂല. അത് അടിവരയിട്ട് പറയുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വിജയ് എന്ന് പറയുന്ന സിനിമ നടൻ്റെ ആരാധകരൊന്നും മോഹൻലാലിന് കേരളത്തിലില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ ഫാൻസിനകത്തും മമ്മൂട്ടി ഫാൻസിനകത്തും വിജയ് ഫാൻസ് ഉണ്ട്. പക്ഷേ ഈ മോഹൻലാൽ ഫാൻസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലെ ഒരു ആളുകൾ മാത്രമേ മോഹൻലാൽ സിനിമകൾ ആദ്യത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ ഷോ തന്നെ ഈ തള്ളിക്കയറ്റത്തിൻ്റെ ഇടയിൽ കാണാൻ നിൽക്കുകയുള്ളൂ. പക്ഷേ വിജയുടെ സിനിമ അങ്ങനെയല്ല. വിജയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിൽ ഏറ്റവും വലിയൊരു റെക്കോർഡുണ്ട്. കാരണം 4 മണിക്ക് നമ്മൾ ഒരു 4 മണിക്കൊക്കെ ഒരു വിജയുടെ സിനിമയുടെ ഷോ ഉണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിൽ നടയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ പൂരത്തിനുള്ള ആൾക്കാർ കാണും. ടിക്കറ്റ് കിട്ടൂലെന്ന് അറിഞ്ഞിട്ട് പോലും ആ ടിക്കറ്റ് കിട്ടുവാൻ വേണ്ടി അടികൂടി നിൽക്കുന്ന ഫാൻസിനെ നമുക്ക് കാണാൻ സാധിക്കും. ടിക്കറ്റ് കിട്ടാത്തവർ അവിടെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ക്യൂ ആയിരിക്കും. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിജയിലെ റെക്കോർഡ് 12 കോടി രൂപ എന്ന് പറയുന്ന ലിയോയുടെ റെക്കോർഡ് മറികടക്കുവാൻ വേണ്ടി എമ്പുരാന് അടിവരയിട്ട് പറയാൻ സാധിക്കില്ല. പിന്നെ അവർക്ക് സാധിക്കുന്ന കണക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ മാമാകത്തിനൊക്കെ 135 കോടിയൊക്കെ തള്ളിയ പോസ്റ്ററൊക്കെ വെളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നിർമ്മാതാവിനിപ്പോൾ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഗതിയില്ലാത്ത തള്ളിയതാണ്, അങ്ങനെയൊക്കെ തള്ളിക്കഴിഞ്ഞാൽ ആളുകൾ കുറച്ചൊക്കെ കയറും എന്നുള്ള രീതിയിൽ തള്ളിയാണ്. പക്ഷേ അതുപോലുള്ളൊരു പോസ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം 27-ാം തീയതി കഴിഞ്ഞ് 28-ാം തീയതി ഒരു ഉച്ച വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു പോസ്റ്റർ വരും. 13 കോടി രൂപ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ് വരും. പക്ഷേ അങ്ങനെ ഒരിക്കലും 12 കോടി രൂപയ്ക്ക് മുകളിൽ മോഹൻലാലിൻ്റെ എമ്പുരാൻ നേടിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ 100% ഗ്യാരണ്ടിയാണ്. പിന്നെ അങ്ങനെ ഒരു ചിത്രം വരണം. പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയും കൂടി ഒരുമിച്ച് ഇപ്പോൾ ഒരു സിനിമ വരുന്നുണ്ട്. ആ സിനിമയ്ക്ക് ചിലപ്പം ഇത് ലിയോയുടെ 12 കോടി രൂപ എന്ന് പറഞ്ഞ ബഡ്ജറ്റ് നമുക്ക് മറികടക്കാൻ സാധിക്കും. കാരണം അതിനകത്ത് മമ്മൂട്ടി ഫാൻസ് മോഹൻലാൽ ഫാൻസ് ഒരുപോലെ തന്നെ ഇടിച്ച് കയറാൻ സാധ്യതയുള്ള സിനിമയാണ്. പക്ഷേ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ സാധിക്കില്ല. കാരണം അതൊരു മൾട്ടി സ്റ്റാർ ചിത്രമാണ്. പൃഥ്വിരാജുണ്ട്, ടോവിനോ ഉണ്ട്. പക്ഷേ അവർക്കൊന്നും അത്രയ്ക്ക് ഫാൻ ബേസ് ഇല്ല മോഹൻലാലിനെ പോലെ. മോഹൻലാലിന് മാത്രമേ അതിന് ഇത്രയ്ക്ക് ഫാൻ ബേസ് ഉള്ളൊരു നടനെന്ന് പറയാൻ പറ്റും. അപ്പോൾ മോഹൻലാലിൻ്റെ ഫാൻസ് എന്തായാലും ഈ സിനിമയ്ക്ക് അടിച്ച് കയറും. പക്ഷേ ഈ സിനിമയുടെ ഒരു റിപ്പോർട്ട് ഒരു ഉച്ചയോടുകൂടി വന്നു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ബ്ലോക്ക് ബസ്റ്റർ റിപ്പോർട്ടാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. പിന്നെ നമുക്ക് എന്തായാലും റെക്കോർഡ് നമുക്ക് മലയാള സിനിമയ്ക്ക് തന്നെ വേണം. മലയാള സിനിമ തന്നെ ആയിരിക്കണം കേരളത്തിൽ റെക്കോർഡ് അടിക്കേണ്ടത്. കാരണം ഒരു അന്യഭാഷ ചിത്രം കേരളത്തിലെ റെക്കോർഡ് നേടി ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. അത് ഒരു മലയാള സിനിമയ്ക്ക് നേടാൻ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നാണക്കേട് തന്നെയാണ്. അപ്പോൾ അത് മറികടക്കുവാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്തിട്ടാണെങ്കിലും എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയെ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് മുകളിലോട്ട് എത്തിച്ചേ സാധിക്കുള്ളൂ. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഈ ലിയോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കളക്ഷൻ റെക്കോർഡ് കിട്ടുവാൻ വേണ്ടി അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മാരത്തോൺ ഷോ വെച്ചിട്ടുണ്ടായിരുന്നു. വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് തുടങ്ങിയ സിനിമ അടുത്ത രാത്രി 12 മണിക്ക് വരെയും അവർ ഷോ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഷോ ഇരുട്ട് വെളുക്കായിരുന്നു. 24 മണിക്കൂർ ഷോ ആയിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഒരു ഷോ ഈ കേരളത്തിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടുമോ? അഥവാ കിട്ടിയാൽ തന്നെ ആ ഷോകളെല്ലാം ലിയോ പോലെ ഹൗസ്ഫുൾ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിലൊരു സംശയമാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ മലയാളികൾ അത്രത്തോളം ഒരു ഫസ്റ്റ് ഡേ തന്നെ കാണണമെന്ന് മോഹൻലാലിൻ്റെ സിനിമ ഫസ്റ്റ് ഡേ തന്നെ കാണണമെന്ന് ആഗ്രഹമുള്ള മലയാളികൾ ചിലപ്പം അവരുടെ ഫാൻസും പിന്നെ കുറച്ച് ആളുകൾ മാത്രം കാണിക്കും. പക്ഷേ വിജയ സിനിമ അങ്ങനെയല്ല. വിജയ സിനിമ കേരളത്തിൽ തന്നെ തമിഴ് സഹോദരന്മാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർക്കെല്ലാം വിജയ സിനിമ ഫസ്റ്റ് ഡേ തന്നെ കാണണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെല്ലാവരും ചാടി വീണ് ഫസ്റ്റ് ഡേ തന്നെ അവരെങ്ങനെയും കണ്ടിരിക്കും. പക്ഷേ അതുപോലെ മോഹൻലാലിൻ്റെ എമ്പുരാൻ സാധിക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട കാഴ്ചയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് 12 കോടി രൂപ എന്ന് പറയുന്ന ലിയോയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് കേരളത്തിൽ മറികടക്കാൻ സാധിക്കുമോ? അത് തള്ളലുകളിലല്ലാതെ കണക്കുകളിലൂടെ സാധിക്കുമോ എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. നന്ദി, നമസ്കാരം.